കേജ്രിവാളിൻ്റെ ഭാര്യയ്ക്ക് ചിരിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നത്, കേജ്രിവാളിൻ്റെ ഭാര്യ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടും. തടവിൽ കിടക്കുന്ന കേജ്രിവാളാണോ കൂടുതൽ ശക്തൻ, മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളാണോ കൂടുതൽ ശക്തൻ? 1925 തുടങ്ങിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഏത് ക്രിമിനലിനെ കൊണ്ട് നിർത്തിയാലും ജയിപ്പിക്കുന്ന വിഡ്ഢികൾ ഈ കേരളത്തിലുണ്ട്. രാഹുൽ ഗാന്ധി ചൈനയിൽ പോയിട്ട് എത്ര കോടി രൂപയാണ് ഷീ ജിൻപിങ്ങിൻ്റെ കയ്യിൽ നിന്ന്? നമസ്കാരം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് രാജ്യം ഇന്നലെ സാക്ഷ്യം വഹിച്ചത് 3 വലിയ പൊതുയോഗങ്ങൾക്കായിരുന്നു. ദില്ലിയിലെ രാംലീലയിൽ പ്രതിപക്ഷ സഖ്യത്തിൻ്റെ കൂട്ടായ്മ, മീററ്റിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ദേശീയ ജനാധിപത്യ സഖ്യത്തിൻ്റെ തിരഞ്ഞെടുപ്പ് റാലി ഉദ്ഘാടനം ചെയ്തുകൊണ്ടുള്ള പൊതുയോഗം, ബംഗാളിൽ മമതാ ബാനർജിയുടെ മഹാറാലി. ദില്ലിയിലെ രാംലീലയിലേക്ക് വന്നാൽ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് നേരെയുള്ള എതിർവാക്കുകളായിരുന്നോ അതിൽ പ്രത്യക്ഷമായത്? അതോ ഇ ഡിയുടെ കസ്റ്റഡിയിൽപ്പെട്ട അരവിന്ദ് കേജ്രിവാളിന് വേണ്ടിയുള്ളതായിരുന്നോ സത്യത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ആ മഹാപൊതുയോഗം? കാര്യങ്ങൾ മലയാളി വാർത്തയുമായി ചർച്ച ചെയ്യുന്നതിനായി ഗോപകുമാർ സാർ നമ്മോടൊപ്പം ഉണ്ട്. സ്വാഗതം സാർ. സാർ, ഇന്നലത്തെ യോഗം സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. തീർച്ചയായിട്ടും വളരെ രസകരമായ ഒരു പടമാണ് ഞാൻ ദിനപത്രങ്ങളിൽ കണ്ടത്. പൊതുയോഗത്തിനെത്തിയ അരവിന്ദ് കേജ്രിവാളിൻ്റെ ഭാര്യയും ഇടക്കാലത്ത് അഴിമതി ആരോപണങ്ങളിൽപ്പെട്ട ഷിബു സോറൻ്റെ ഭാര്യയും വാരി പുണർന്നു നിന്ന് ചിരിച്ചുകൊണ്ട് കെട്ടിപ്പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രം. സത്യത്തിൽ ആ ചിത്രം കണ്ടപ്പോൾ ഭർത്താക്കന്മാർ പിടിയിലാകുമ്പോൾ ഭാര്യമാർക്ക് ഇങ്ങനെ ചിരിക്കാനാകുമോ എന്നുള്ളൊരു സ്വാഭാവികമായ സംശയം എൻ്റെ മനസ്സിലെത്തി. ഞാൻ ചോദിക്കാൻ വരുന്നത്, ആം ആദ്മി പാർട്ടിയുടെ നേതാവ് അരവിന്ദ് കേജ്രിവാൾ, സാധാരണക്കാരൻ്റെ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി. ആം ആദ്മി എന്ന് പറയുന്നത് സാധാരണക്കാരൻ. അതിൻ്റെ തലപ്പത്തിരിക്കുന്ന അരവിന്ദ് കേജ്രിവാൾ സാധാരണക്കാരൻ ആണോ അല്ലയോ? സാറിന് എന്താ തോന്നുന്നത്? അരവിന്ദ് കേജ്രിവാൾ സാധാരണക്കാരനല്ല. കാരണം അരവിന്ദ് കേജ്രിവാളിൻ്റെ ഒരു ചരിത്രം നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ, കേജ്രിവാളിൻ്റെ ഒരു എൻട്രി തന്നെ അന്നാ ഹസാരയുടെ അഴിമതി വിരുദ്ധ സമരത്തിലൂടെയാണ്. അന്നാ ഹസാര സമാഹരിച്ച അഴിമതി വിരുദ്ധ ജനതയെ, അല്ലെങ്കിൽ ആ മനോഭാവത്തെ, ആ ട്രെൻഡിനെ തനിക്കനുകൂലമായി ഒരു പൊളിറ്റിക്കൽ ട്രെൻഡാക്കി മാറ്റാൻ കേജ്രിവാളിന് കഴിഞ്ഞു എന്നുള്ളതാണ് കേജ്രിവാളിൻ്റെ ആദ്യത്തെ വിജയം. അങ്ങനെയാണ് ആം ആദ്മി പാർട്ടിക്ക് രൂപം കൊടുക്കുന്നത്. ആം ആദ്മി പാർട്ടിക്ക് രൂപം കൊടുത്ത് അധികം താമസിച്ച് തന്നെ ആ പാർട്ടി രൂപീകരിക്കാൻ അദ്ദേഹത്തോടൊപ്പം നിന്ന് മിക്കവാറും എല്ലാവരെയും അദ്ദേഹം പുറത്താക്കി. അധികാരം മുഴുവൻ കേജ്രിവാളിലേക്ക്. വളരെ പെട്ടെന്ന് അങ്ങനെ പുറത്താക്കാനുള്ള സാഹചര്യം? അത് കേജ്രിവാളിൻ്റെ ക്യാരക്ടർ നോക്കാമെങ്കിൽ കേജ്രിവാളിൻ്റെ ഏകാധിപത്യം സഹിക്കാൻ പറ്റാതെ അരവിന്ദ് കേജ്രിവാൾ ആളുകളെ പുറത്താക്കുകയല്ല, കേജ്രിവാളിനെ സഹിക്കാൻ വയ്യാതെ അവർ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ആരെയും പുറത്താക്കുന്നില്ലല്ലോ, അവർ പുറത്തേക്ക് പോകുന്നു. അകത്ത് നിൽക്കാൻ പറ്റാതാവുമ്പോഴേ അവർ പുറത്തേക്ക് പോകും. അപ്പോൾ ഇപ്പോഴേ കേജ്രിവാൾ അറസ്റ്റിലായി. കേജ്രിവാളിൻ്റെ ഭാര്യയും ഷിബു സോറൻ്റെ ഭാര്യയും രണ്ടുപേരും വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നു. രണ്ടുപേരുടെയും ഭർത്താക്കന്മാർ ആരോപണ വിധേയരാണ്. അതിനകത്ത് കേജ്രിവാളിൻ്റെ ഭാര്യയ്ക്ക് ചിരിക്കാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നത്, അടുത്ത മുഖ്യമന്ത്രിയായിട്ട് റാബ്രി ദേവിയുടെ പാതയിൽ കേജ്രിവാളിൻ്റെ ഭാര്യ മുഖ്യമന്ത്രിയായി അവരോധിക്കപ്പെടും എന്നുള്ള ഒരു സന്തോഷമായിരിക്കണം ആ ചിരിയുടെ കാര്യം. അല്ലാതെ ഭർത്താവ് ജയിലിൽ കിടക്കുമ്പോഴേ ഭാര്യ ചിരിക്കേണ്ട കാര്യമില്ല. അപ്പം വരാൻ പോകുന്ന മുഖ്യമന്ത്രി പദവി ഓർത്തൊരു സന്തോഷമാകാം. എന്തായാലും മറ്റ് സന്തോഷത്തിൻ്റെ ഒരു വക ഞാൻ ആ ചിരിയിൽ കാണുന്നില്ല. ദുഃഖത്തിൻ്റെ ഒരു അവസ്ഥയാണ് നിഷ്പക്ഷമായി പറഞ്ഞുകൊണ്ടാകേണ്ടത്. അവിടെ ചിരിക്കേണ്ട കാര്യമില്ല. ചിരിച്ചാൽ തനിക്ക് വരാൻ പോകുന്ന പദവി ഓർത്ത് ചിരിച്ചതായിരിക്കാൻ ആണ് കൂടുതൽ സാധ്യത. മറ്റൊരു കാര്യം, ഇപ്പോൾ റാബറി ദേവിക്ക് അങ്ങനെ ഒരു സാഹചര്യം പ്രവർത്തനമൊക്കെ കിട്ടിയപ്പോൾ നമുക്കിന്നും ഓർമ്മേണ്ടത്, സാധാരണക്കാരായ ഒരു വീട്ടമ്മ പെട്ടെന്നൊരു ദിവസം ഭരണത്തിലേക്ക് അതിൻ്റെ മുൻപന്തിയിലേക്ക് കടന്നു വരുന്നു. പക്ഷേ ഇവിടെ ഇന്നലെ കേജ്രിവാളിൻ്റെ ഭാര്യ ഒരു പേപ്പർ ഉയർത്തി കാണിച്ചിട്ട് തൻ്റെ ഭർത്താവ് ജയിലിൽ നിന്നും കൊടുത്തയച്ചതാണ് എന്ന് പറഞ്ഞിട്ട് ചില 6 പോയിൻറ്റ്സുകളൊക്കെ എടുത്ത് പറഞ്ഞു. അപ്പോൾ ജയിലിൽ നിന്ന് ഇങ്ങനെയൊക്കെ വളരെ കൃത്യമായിട്ട് തന്നെ ഉത്തരവുകൾ പ്രകടിപ്പിക്കാനും അല്ലെങ്കിൽ കത്തുകൾ കൊടുത്തുവിടാനും ഉള്ള സൗകര്യം സാധാരണക്കാരന് ലഭിക്കാത്തൊരു സൗകര്യം മുഖ്യമന്ത്രി എന്നുള്ള നിലയിലാണോ അദ്ദേഹത്തിന് കിട്ടുന്നത്? അതോ ശരിയാണോ അത്?
സാധാരണ ജയിലിലെ നടപടിക്രമങ്ങൾ അനുസരിച്ച് ഒരാൾക്ക് ജയിലിലിരുന്ന് രാജ്യം ഭരിക്കാൻ ഇന്ത്യയിൽ ഇന്ന് സംവിധാനം ഇല്ല, എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം. ഇനി കേജ്രിവാളിനെ എനിക്കറിയില്ല, എൻ്റെ ഒരു വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ അങ്ങേക്ക് കൂടുതൽ അത് പ്രായോഗികമായിട്ട് അത്ര എളുപ്പമല്ല. പിന്നെ അവർ അവിടെ ചെന്നു, ഭർത്താവിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ് സന്ദേശം കൊണ്ടുവരുന്നു, അത് വായിക്കുന്നു. ഇവിടെയുള്ള പ്രശ്നം തടവിൽ കിടക്കുന്ന കേജ്രിവാളാണോ കൂടുതൽ ശക്തൻ, മുഖ്യമന്ത്രിയായിരുന്ന കേജ്രിവാളാണോ കൂടുതൽ ശക്തൻ? ഇപ്പോൾ തടവിൽ കിടന്ന കേജ്രിവാൾ ശക്തനായിരുന്നുവെങ്കിൽ ഒരിക്കലും തൻ്റെ ഭാര്യയെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുമായിരുന്നില്ല. അതാണ് എന്തുകൊണ്ട് ലാലു പ്രസാദ് റാബ്രി ദേവിയെ പരിഗണിച്ചു? അത് അങ്ങേക്ക് അറിയാവുന്ന കാര്യമാണ്. അവർ നിരക്ഷരയാണ്, എഴുതാനും വായിക്കാനും അറിയാത്ത മുഖ്യമന്ത്രിയാണ് ബീഹാർ ഭരിച്ചത്. ആ റാബ്രി ദേവിയുടെ പുറകിൽ സിന്ദാബാദ് വിളിച്ച് നടന്നവരാണ് നമ്മുടെ കമ്മ്യൂണിസ്റ്റുകാർ, നമ്മുടെ സൈഡാണ്. പക്ഷേ അവരുടെ ഒരു ഗതികേടൊക്കെ പറയാൻ ഇത് ശരിയല്ലെന്ന് പറയാൻ ഒരാളുണ്ടായില്ല. നിരക്ഷരയായൊരു വീട്ടമ്മയെ, രാഷ്ട്രീയം എന്താണെന്നറിയാത്തൊരു വീട്ടമ്മയെ ലാലു പ്രസാദ് പിടിച്ച് മുഖ്യമന്ത്രിയാക്കിയത് മറ്റൊരു മുഖ്യമന്ത്രി വന്നാൽ തനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് കേജ്രിവാൾ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇവിടെ ഒരു മഹാഭാഗ്യം വന്നത്, കേജ്രിവാളിൻ്റെ ഭാര്യയ്ക്ക് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു, എന്തായാലും എഴുതാനും വായിക്കാനും അറിയാമെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് ഇവിടെ കേജ്രിവാളും ലാലു പ്രസാദും തമ്മിലാണ് ഇനി നമ്മൾ സാദൃശ്യപ്പെടുത്തേണ്ടത്. ലാലു പ്രസാദിൻ്റെ കേസ് തെളിഞ്ഞു, കാലിത്തീറ്റ കുംഭകോണം, അദ്ദേഹം ജയിലിലായിരുന്നു, ജയിലിൽ നിന്നാണ് പുറത്തു വന്നത്. അരവിന്ദ് കേജ്രിവാളിൻ്റെ കേസ് മദ്യവുമായി ബന്ധപ്പെട്ട മദ്യ വിപണനവും വ്യാപാരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട കേസാണ്. അത് തെളിയുമില്ലെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് തെളിഞ്ഞില്ലെങ്കിൽ വളരെ കളർഫുള്ളായിട്ട് അദ്ദേഹത്തിന് പുറത്തു തിരികെ വരാം. അത് തെളിഞ്ഞാൽ ലാലു പ്രസാദിനെ പോലെ ചിലപ്പോൾ പരോളിലും ഒക്കെ ആയിട്ട് വരേണ്ടി വരും. അത് ഡിപ്പെൻസ്, കോടതിയുടെ വിധി ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എന്തായാലും ശരി, കേജ്രിവാൾ തൻ്റെ ഭാര്യയെ മുഖ്യമന്ത്രിയാക്കാൻ തീരുമാനിച്ചു എന്ന് പറയുന്നതിനർത്ഥം കേജ്രിവാൾ ഭയന്നു തുടങ്ങി എന്ന് തന്നെയാണ്. മറ്റൊരു കാര്യം, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ സമര കോലാഹലങ്ങളൊക്കെ അരങ്ങേറുന്നത്. പക്ഷേ ഇന്നലെ അരവിന്ദ് കേജ്രിവാളിൻ്റെ ഭാര്യയുടെ കയ്യിലുണ്ടായിരുന്ന കത്തിൽ അത് വായിച്ചതിന് ശേഷം കേജ്രിവാളിൻ്റെ ഭാര്യ അവസാനം പറയുന്നുണ്ട്, മറ്റ് പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയിൽ കൂടി ആലോചിക്കാതെയാണ് ജയിലിൽ കിടന്ന് ഞാൻ ഇതെഴുതി തയ്യാറാക്കിയത് എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തുവിട്ട കത്താണ്. അതിലെ 6 പോയിൻറ്റ്സ് ഉൾപ്പെടെ അദ്ദേഹം ഭരണത്തിലേക്ക് എത്തിയാൽ എന്തൊക്കെയാണ് ഭാരതീയർക്ക് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ അടങ്ങിയ കത്താണ്. ആ കത്തിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോൾ അതിന് ഒടുവിൽ പറഞ്ഞിരുന്ന കാര്യം എന്ന് പറയുന്നത്, മറ്റ് പ്രതിപക്ഷ നിരയിലെ ഒരു കക്ഷികളുമായും സംസാരിക്കാതെ ജയിലിൽ കിടന്ന് തയ്യാറാക്കിയത് ആണ്. അപ്പോൾ അതിന് മറ്റുള്ള ആൾക്കാരുമായി കൂടി ആലോചിക്കാൻ കഴിയാത്തതുള്ള ഖേദം അദ്ദേഹം പ്രകടിപ്പിക്കുന്നുണ്ട്. ആ കത്തിനെയാണ് പ്രതിപക്ഷ നിരയിലെ മറ്റ് മഹത്തായ നേതാക്കൾ എല്ലാവരും കൂടി ചേർന്ന് അംഗീകരിച്ച് ഇന്നലെ വായിച്ചത്. അപ്പോൾ അവിടെ എനിക്ക് തോന്നുന്ന സംശയം എന്ന് പറയുന്നത്, അരവിന്ദ് കെജ്രിവാൾ മറ്റുള്ള എല്ലാ കക്ഷികളിലും, കോൺഗ്രസ് ഉൾപ്പെടെയുള്ള കക്ഷികൾക്ക് മേൽ ഒരു മേധാവിത്വം സ്ഥാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ് ഈ ഒരൊറ്റ കത്തിൽ കൂടി ഭാര്യയ്ക്ക് കൈവശം കൊടുത്തു വിട്ടു എന്ന് പറയുന്ന കത്ത് വഴി. അപ്പോൾ അദ്ദേഹം ഒരു ഏകാധിപത്യ പ്രവണത തന്നെ ഉള്ള ആളല്ലേ അദ്ദേഹം? അതിന് സംശയിക്കേണ്ടതില്ല. ഏകാധിപത്യ പ്രവണത ആദ്യം തന്നെ അരവിന്ദ് കെജ്രിവാൾ കാണിച്ചിരിക്കുന്നത് 28 കക്ഷികളുണ്ട് ഈ INDA സഖ്യത്തിൽ. 28 കക്ഷികൾക്കും വേണ്ടി അവരോട് ആലോചിക്കാതെ ഒരു കത്ത് തയ്യാറാക്കി കൊടുക്കുകയും 28 കക്ഷികളുടെ കൂട്ടായ്മ കണ്ണുമടച്ച് ആ കത്ത് വായിച്ച് ഒരു വിശുദ്ധമായ കത്തിടപാടാക്കി മാറ്റുകയും അതിനെ ഉയർത്തി കാണിക്കുകയും ചെയ്യുന്നെന്ന് പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ഗതികേടാണ്. അപ്പം കേജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം 28 പേരും ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവർക്കെല്ലാവർക്കും വേണ്ടി കേജ്രിവാൾ ചിന്തിക്കും. കേജ്രിവാൾ എന്ത് പറയുന്നു അതാണ് ഞങ്ങൾക്കും പറയാനുള്ളത് എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് ഈ കക്ഷികളെത്തി. അപ്പോൾ കേജ്രിവാൾ ഈ കാര്യത്തിൽ ഇവിടെ നിൽക്കുന്ന ഏത് കക്ഷിയുടെ നേതാവിനെക്കാട്ടിലും സമർത്ഥൻ തന്നെയാണ് കേജ്രിവാൾ. കേജ്രിവാളിൻ്റെ കത്ത്, ജയിലിൽ കിടന്ന എഴുതിയ കത്ത് വായിച്ച് അതിൽ ആനന്ദതുന്ദരാകുന്ന ഈ ഇടതുപക്ഷം, ഇവരുടെ ഒരു ഗതികേട്, ഇവരുടെ ഈ ഒരു INDA സഖ്യത്തിൻ്റെ ഒരു ഗതികേട് കേജ്രിവാളിനെ അതൊന്ന് പരിഗണിക്കണം. കേജ്രിവാളിനെ നിസ്സാരനായിട്ട് കളയണ്ട. കേജ്രിവാൾ 10 വർഷം കൊണ്ട് ദേശീയ പാർട്ടിയുടെ പദവി വാങ്ങിച്ചു ആം ആദ്മി പാർട്ടി. ദേശീയ പാർട്ടിയുടെ പദവി വാങ്ങിച്ചു ആം ആദ്മി പാർട്ടി. 1925 തുടങ്ങിയതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നെ 20-25 ആ തർക്കത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്തായാലും ശരി, 100 വർഷം ആകുന്നു അല്ലെങ്കിൽ കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ഉണ്ടായിട്ട്. ആ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും ദേശീയ കക്ഷി എന്നുള്ള അവരുടെ അംഗീകാരം CPIയുടെ പോയി, CPMൻ്റെ പോകുമില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അറിയാം. അപ്പോൾ എന്തായാലും ശരി, നമ്മൾ തട്ടിച്ച് നോക്കി താരതമ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെക്കാൾ സമർത്ഥനാണ് അരവിന്ദ് കെജ്രിവാൾ. CPMൻ്റെ ദേശീയ പാർട്ടി പദവി സത്യത്തിൽ കഴിഞ്ഞ 19 തന്നെ അവസാനിക്കേണ്ടതായിരുന്നെങ്കിലും എനിക്ക് തോന്നുന്നു ചില വാർത്തകൾ വരുന്നുണ്ട്, അടുത്ത ഇലക്ഷനിൽ കൂടി 5 വർഷം കൂടി ചിലപ്പോൾ നിന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതവിടെ നിൽക്കട്ടെ.
വീണ്ടും ആ കത്തിലേക്ക് തന്നെ വന്നാൽ ഈ കത്തിനുള്ളിൽ പറഞ്ഞിരുന്ന കാര്യങ്ങൾ വളരെ രസകരമായിരുന്നു. ഇപ്പോൾ കേരളം മാവേലി ഭരിച്ചിരുന്ന കാലത്തെ ഒരവസ്ഥയാണ് അദ്ദേഹം വിഭാവനം ചെയ്യുന്നത്. അതിനകത്ത് എടുത്തു പറയത്തക്ക ഒരു വിഷയം എനിക്ക് സംശയം തോന്നിയത് സൗജന്യങ്ങൾ പ്രഖ്യാപിച്ചുകൊണ്ട് ആൾക്കാരെ പാട്ടിലാക്കുന്ന ഒന്ന്. പക്ഷേ ഒരിക്കലും ഈ ഫ്രീ ബീസ് ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ ഭൂഷണമല്ല എന്നൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. സാറിന് അറിയാം നമ്മുടെ പഴയ തൊഴിലില്ലായ്മ വേതനം, അപ്പോൾ അത് കൊടുത്തുകൊണ്ട് നമ്മുടെ ചെറുപ്പക്കാരായ തൊഴിലില്ലാത്ത ആൾക്കാർക്ക് അങ്ങനെ ഒരു വേതനം കൊടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അവരെ ഒരു മയക്കി കിടത്തുന്നതിന് തുല്യമാണ്. ഒരു നിശ്ചിത കാലഘട്ടത്തിലേക്കെങ്കിലും അവരെ മയക്കി കിടത്തുന്നതിന് തുല്യമാണ്. ഇപ്പോൾ ഇദ്ദേഹം ഇന്നലെ പറഞ്ഞിരിക്കുന്നത് ഭാരതത്തിലെ 140 കോടിയിൽ പരം ആൾക്കാർക്ക് സൗജന്യമായി വൈദ്യുതിയും വെള്ളവും കൊടുക്കുമെന്നാണ്. അതിനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്നുള്ളതിൻ്റെ പ്ലാൻ പോലും എൻ്റെ കൈവശമുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പ്ലാനാണ് മദ്യത്തിൻ്റെ കയ്യിൽ നമ്മൾ കണ്ടത്. ഇനി അങ്ങനെ വല്ല പ്ലാനാണോ എന്താ അതിനെക്കുറിച്ചൊരു? സാധാരണ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ ബാലപാഠം അറിയാവുന്ന ഒരാൾ ഈ വിഡ്ഢിത്തം വിശ്വസിക്കില്ല. അതെ, 28 കക്ഷികൾക്കും അവരുടെ നേതാക്കന്മാർക്കും ഇത് വിശ്വസിക്കാനുള്ള എല്ലാ അവകാശമുണ്ട്. അവരെനിക്ക് തോന്നുന്നത് ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന ആളുകളാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഈ വിഡ്ഢിത്തം ഒന്നും കയറി ഒരു ജനതയോടെ പറയത്തില്ല. സാർ ഇവിടെ പരിഗണിക്കേണ്ട ഒരു കാര്യം, 6000 രൂപ പിന്നെ കൃഷിക്കാർക്ക് പ്രതിമാസം കൊടുക്കാം എന്ന് മോദി പറഞ്ഞു. 70,000 കൊടുക്കാമെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. 6000 കൊടുക്കാമെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയാണ് കൃഷിക്കാർ വിശ്വസിച്ചത്. 70,000 കൊടുക്കാമെന്ന് ആളുകളെ വിശ്വസിച്ചില്ല. ഇവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുകയാണ് ഇന്ത്യയിലെ ജനതയെ. അതിൻ്റെ കാരണം നമ്മുടെ ജനത, പ്രത്യേകിച്ച് എനിക്ക് കേരളീയരെക്കുറിച്ച് ഞാൻ അങ്ങനെയൊന്നും പറയില്ല, പക്ഷേ ഉത്തരേന്ത്യൻ ജനത വളരെ രാഷ്ട്രീയ സാക്ഷരത കേരളീയരെക്കാൾ നേടിയവരാണ്. കേരളീയരോട് എനിക്ക് ഊറ്റും മതിപ്പില്ല കേരളീയരെക്കുറിച്ച്. അവർ വിഡ്ഢികളുടെ സ്വർഗത്തിൽ ജീവിക്കുന്ന, ബുദ്ധിജീവികളെന്ന് അഭിമാനിക്കുന്ന, സാക്ഷരരായ നിരക്ഷരരാണ്. രാഷ്ട്രീയമായി അവർ സാക്ഷരരാണ്. പക്ഷേ ശേഷമുള്ള തെരഞ്ഞെടുപ്പ് ഫലം നോക്കിയാൽ എല്ലാം നമുക്ക് നോക്കിയാൽ അറിയാം. കേരളത്തിനെ കുറിച്ചൊന്നും വലിയ കാര്യങ്ങൾ നമ്മൾ പറയണ്ട. സാർ, 1977 ഇന്ദിരാഗാന്ധി റായ്ബറേലി മത്സരിക്കുമ്പോൾ അവിടുത്തെ നിരക്ഷരനായ ഗ്രാമീണൻ്റെ മുന്നിൽ മത്സരിക്കുന്നത് പിന്നെ 2 സ്ഥാനാർത്ഥികളാണ്. ഒന്ന് ഇന്ദിരാഗാന്ധിയും മറ്റൊന്ന് പിന്നെ നമ്മുടെ തലക്കെട്ടുള്ള പേര് കക്ഷിയും കൂടെ ആണല്ലോ മത്സരിക്കുന്നത്. അവിടെ മത്സരിക്കുമ്പോഴേ ഇന്ദിരാഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. അദ്ദേഹം നല്ലൊരു പ്രതിജ്ഞ എടുത്ത ശേഷമൊക്കെയാണെന്ന് മത്സരിച്ചത്. രാജ്നാരായണനെ കുറിച്ച് ഒരു കഥ. രാജ്നാരായണൻ അവിടെ ലക്നൌവിൽ എയർപോർട്ടിലും കണ്ട് വന്നപ്പോൾ ഇദ്ദേഹം സ്ഥാനാർത്ഥി ആരും കണ്ടിട്ടില്ല. അപ്പോൾ വിമാനത്തിൽ ഇദ്ദേഹത്തിനെ കാത്തു നിൽക്കിയ ആളുകൾ കാണാനായിട്ട്. അപ്പോൾ വിമാനം ഇറങ്ങിയപ്പോൾ അവസാനത്തെ ആൾ പോയപ്പോഴും അദ്ദേഹം കാണുന്നില്ല. പിന്നെ തിരക്ക് പറഞ്ഞ് അവിടെ എങ്ങാണ്ട് വെളിയിലിറങ്ങി ഒരു സൈക്കിൾ എടുത്തിട്ട് തലക്കെട്ടോ കിട്ടി എങ്ങാണ്ട് ചവിട്ടി പോകുന്ന അവസാനം ആളുകൾ സാധാരണക്കാരനായ ശ്രമിച്ച ആളാണ് രാജ്നാരായണൻ. എന്തായാലും രാജ്നാരായണനെ പോലെ ഒരു കോമാളി അതേ വിശേഷിപ്പിക്കാനാണ്. അയ കോട്ട് കൊടുത്ത് ഇന്ദിരാഗാന്ധിയെ തോൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇന്ദിരാഗാന്ധി രാജ്നാരായണന് കൊടുത്ത അംഗീകാരമല്ല, മനസ്സിലായി, ഇന്ദിരാഗാന്ധിയോടുള്ള വിരോധം, നെഗേഷൻ അത് കാണിച്ചു. അതും ബാലറ്റിൽ അത് കാണിക്കാൻ ഉള്ള മെച്യൂരിറ്റി നേടിയ ജനതയാണ് നമ്മുടെ ഉത്തരേന്ത്യയിൽ നിൽക്കുന്നത്. ഇന്നും കേരളത്തിലെ ഏത് ക്രിമിനലിനെ കൊണ്ട് നിർത്തിയാലും ജയിപ്പിക്കുന്ന വിഡ്ഢികൾ ഈ കേരളത്തിലുണ്ട്, തമിഴ്നാട്ടിലുണ്ട്. എന്ത് സാക്ഷരത, എന്ത് രാഷ്ട്രീയ സാക്ഷരതയാണ് നമ്മൾ നേടിയത്. സ്ഥാനാർത്ഥിയുടെ ക്വാളിറ്റിക്ക്, അവൻ്റെ ക്വാളിഫിക്കേഷൻ, അവൻ്റെ ക്രെഡിബിലിറ്റിക്ക്, അവൻ്റെ ഇൻറ്റഗ്രിറ്റിക്ക് ഒരു മതിപ്പും കൊടുക്കാതെ കണ്ണുമടച്ച് ചിഹ്നത്തെ കുത്തുന്ന വിഡ്ഢികൾ ഒരു പക്ഷേ ലോകത്ത് തന്നെ അപൂർവമാണ്. അത് ഈ മഹത്തായ കേരളത്തിൽ തന്നെയാണുള്ളത്. പക്ഷേ ഈ പൊളിറ്റിക്കൽ ലിറ്ററസി എന്ന് പറയുന്നത് കേരളീയരിലും കൂടുതൽ നോർത്തിലെ പല ഭാഗങ്ങളിലുള്ള ആൾക്കാരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം തെറ്റുപറ്റിയാൽ അവർ ഉടൻ തന്നെ അടുത്ത തെരഞ്ഞെടുപ്പ് തിരുത്തും. പക്ഷെ നമ്മളത് തിരുത്തുന്നില്ല, നമ്മളൊരിക്കലും തിരുത്തുന്നില്ല. അപ്പോൾ കേജ്രിവാളിലേക്ക് വീണ്ടും വരുമ്പോഴേ സാറേ, ഇന്നലെ തന്നെ ആ സുനിതയുടെ പ്രസംഗത്തിൽ, പിന്നെ കേജ്രിവാളിൻ്റെ ഭാര്യയുടെ പ്രസംഗത്തിൽ അവർ പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ഭർത്താവ് ഒരു സിംഹമാണ്, അങ്ങനെ ചില വീരവാദങ്ങളൊക്കെ അവരടിക്കുന്നു. എന്തായാലും ഇപ്പോൾ ഈ നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിലൊന്നും പങ്കെടുത്തിട്ടല്ല അദ്ദേഹം ജയിലിലേക്ക് പോയത്. അത് വലിയ 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 ആരോപണങ്ങളുണ്ട്. ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ തന്നെ അടുത്ത കാലത്ത് പറയുകയുണ്ടായി, ഇതിനും എത്രയോ നാളുകൾക്ക് മുമ്പ് തന്നെ അണ്ണാ ഹസാരയുടെ സമരം അവിടെ അരങ്ങേറുമ്പോൾ തന്നെ ചില പ്രമുഖ വ്യക്തികൾ അതിൽ പങ്കെടുക്കാതിരിക്കുകയും അവരന്ന് തന്നെ സൂചിപ്പിച്ചിരുന്നു, ഇദ്ദേഹം തൻ്റെ ഉള്ളിൽ ഉറങ്ങി കിടക്കുന്നിരിക്കുന്ന ഒരു ഫ്രോഡലൻ മനസ്സ് ഇദ്ദേഹത്തിന് ഉള്ളതായിട്ട്. സാറിന് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇദ്ദേഹത്തിനെ ഒരു ക്യാരക്ടർ വൈസ് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ അനലൈസ് ചെയ്യുമ്പോഴേ അരവിന്ദ് കേജ്രിവാളിനെ ഒരു നേതാവിനെ കാണുന്നില്ല. മറിച്ച് കേജ്രിവാളിൽ ഞാൻ കാണുന്നത് അപകടകാരിയായ ഒരു രാഷ്ട്രീയക്കാരനാണ്, കൗശലക്കാരനും അപകടകാരിയായ ഒരു രാഷ്ട്രീയൻ. ഈ രാജ്യത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിക്കുന്ന അതീവ അപകടകാരിയായ ഒരു രാഷ്ട്രീയക്കാരനാണ് ഞാൻ കേജ്രിവാളിൽ കാണുന്നത്. അതിന് വിദേശീയമായിട്ടുള്ളൊരു ബന്ധം തീർച്ചയായിട്ടും ഉണ്ടാവും. കാരണം സാർ, ഈ വിദേശ ബന്ധങ്ങളുമായിട്ട് നോക്കുമ്പോഴേ അടുത്ത സമയത്ത് ഇന്ത്യയിൽ വന്ന ചില കാര്യങ്ങൾ, ഇത് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തപ്പോൾ ജർമ്മനി പ്രതിഷേധിക്കുന്നു, അമേരിക്ക പ്രതിഷേധിക്കുന്നു.
ഇത് ആദ്യത്തെ മുഖ്യമന്ത്രിയൊന്നുമല്ല. ജയലളിത മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ തന്നെയാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. എത്രയും പ്രഗത്ഭരായ മുഖ്യമന്ത്രിമാർ ലാലു പ്രസാദിനെ അറസ്റ്റ് ചെയ്തു. അന്നൊന്നും ജർമ്മനിക്ക് ഒന്നും തോന്നിയില്ല, അമേരിക്കയ്ക്കും ഒന്നും തോന്നിയില്ല. ജർമ്മനിക്ക് അങ്ങനെ തോന്നാൻ കാരണം ഇന്ത്യ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയായി ഉയരുമ്പോൾ പുറകോട്ട് പോകുന്നതിൽ ഒരു രാജ്യം ജർമ്മനിയാണ്. അതാണ് ജർമ്മനിയുടെ ദുഃഖം. അമേരിക്കയുടെ ദുഃഖം, അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർക്കൊരു അവർക്ക് എപ്പോഴും പെർമനൻ്റ് ഇൻട്രസ്റ്റ് ആണല്ലോ. പെർമനൻ്റ് ശത്രുവും മിത്രവും ഒന്നും അന്താരാഷ്ട്ര ബന്ധങ്ങളിലില്ലല്ലോ. അപ്പോൾ അമേരിക്ക നോക്കുമ്പോഴേ ഇന്ത്യ കൂട്ട് വേണം. പക്ഷേ ഇന്ത്യ അമേരിക്കയുടെ വരുതിയിൽ ഒതുങ്ങി നിൽക്കുന്ന മറ്റൊരു പാകിസ്ഥാനെ പോലെ ഒരു ഇന്ത്യയാണ് അവരാഗ്രഹിക്കുന്നത്. നമ്മൾ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാകുമ്പോൾ അമേരിക്ക കാണുന്ന അപകടം, ഒന്നാമത്തെ സാമ്പത്തിക ശക്തി അമേരിക്ക, രണ്ടാമത്തെ സാമ്പത്തിക ശക്തി ചൈന, മൂന്നാമത്തെ സാമ്പത്തിക ശക്തി ഇന്ത്യ. ഇന്ത്യയും ചൈനയും രണ്ടു ഏഷ്യയിലെ രാജ്യങ്ങളാണ്. ഇവരെ ചരിത്രപരമായിട്ടും സാംസ്കാരികമായും ഒരുപാട് ബന്ധമുള്ള രാജ്യമാണ്. ഇന്ത്യയിൽ ജനിച്ച ബുദ്ധമതമാണല്ലോ ചൈനയിൽ വളർന്നു വന്നത്. അപ്പോൾ കൺഫ്യൂഷ്യസ് ആയാലും ശരി, ലാവോത്സെ ആയാലും ശരി, ഇവരൊക്കെ ഈ രണ്ട് സംസ്കാരങ്ങളുടെ ഒരു ബന്ധമുള്ള രാജ്യങ്ങളാണ്. ഇവരൊന്നിച്ച് നിന്നാൽ ലോകം നിയന്ത്രിക്കും എന്നുള്ളതുകൊണ്ട് ചൈനയെ അവർക്ക് തടയാൻ പറ്റില്ല. മറിച്ച് മൂന്നാം സ്ഥാനത്ത് വരാതെ ഇന്ത്യയെ തടയാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമാണ്, വളരെ ഗൂഢമായൊരു ശ്രമത്തിൻ്റെ ഭാഗമാണ് ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കാണുന്ന പല കാര്യങ്ങളും. അത് ഒരു മുതിർന്ന പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എൻ്റെ ചില ആശങ്കകൾ ഞാൻ അങ്ങയോട് പറയാം. ഒന്ന്, ഇലക്ടറൽ ബോണ്ട് വന്നു. ഈ ഇലക്ടറൽ ബോണ്ട് ഇടിമിന്നലിൻ്റെ വേഗത്തിലാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. ഇലക്ട്രൽ ബോണ്ട് ഒരു മാസം കഴിഞ്ഞ് പരിഗണിച്ചാൽ ഇന്ത്യയിൽ ആകാശമൊന്നും ഇടിഞ്ഞ് വീഴത്തില്ലായിരുന്നു. പരിഗണിച്ചു എന്ന് മാത്രമല്ല, സകലവരുടെയും ജാതകമടക്കം കാണണമെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ ഇവർ ധരിച്ചു വെച്ചിരുന്നത് ഞാൻ ഈ ഇലക്ട്രൽ ബോണ്ട് വിവാദമുണ്ടാക്കി നരേന്ദ്രമോദിയെ അട്ടിമറിക്കാം എന്നുള്ള ഗൂഢപദ്ധതിയുടെ ഭാഗമാണ് ഈ കേസ് തന്നെ. കേസിന് വേണ്ടി ഹാജരായ ആളാണ് ഒന്ന് കപിൽ സിബൽ. കപിൽ സിബൽ വളരെ സംശയാസ്പദമായ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആളാണ്. അദ്ദേഹം 2G സ്പെക്ട്രം കേസിൽ അതിനെ ന്യായീകരിക്കാൻ ഇറങ്ങിയ മൻമോഹൻ സിംഗിൻ്റെ ക്യാബിനറ്റിലെ ഒരാളാണ്. മറ്റൊന്ന് പ്രശാന്ത് ഭൂഷൺ. കോടതി അലക്ഷ്യത്തിന് ശിക്ഷ 1 രൂപ 2 രൂപയായിട്ട് കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ട സുപ്രീം കോടതിയിലെ അഭിഭാഷകനാണ്. സുപ്രീം കോടതിയിലെ ഒരു അഭിഭാഷകനെ കോടതി അലക്ഷ്യത്തിന് ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളതിന് ശിക്ഷിച്ചു എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ്റെ ക്രെഡിബിലിറ്റി എന്താണ്? ഇവരുടെ വലിയ കേസ് കൊടുത്തു. ഈ മഹാന്മാർ കേസ് കൊടുക്കുന്നു, ഇമ്മീഡിയറ്റായിട്ട് കേസ് എടുക്കുന്നു. ഇപ്പോൾ ഉണ്ട് വലിയ വിപ്ലവം. ഇവർക്ക് തെറ്റിപ്പോയ ഒരു കാര്യം. അതുപോലെ തന്നെ സാർ ഇന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഇന്നലത്തെ പത്രത്തിലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അവർ പറഞ്ഞിരിക്കുന്നത് ഈ നോട്ട് നിരോധനം വലിയ പ്രശ്നങ്ങളിലേക്ക് പോയി. ജസ്റ്റിസ് നാഗാർജുനയ്ക്ക് അത് പറയാൻ അവകാശമുണ്ട്, കോടതിക്ക് പുറത്താണ് പറഞ്ഞത്. എനിക്ക് പറയാൻ അവകാശമുണ്ട്, അവരുടെ അവകാശം തെറ്റാണെന്ന്. കാരണം ആ നോട്ട് നിരോധനം അന്ന് നടന്നില്ലായിരുന്നുവെങ്കിൽ ഒരു വലിയ ഒരു മലവെള്ള പാച്ചിൽ ഈ കള്ളനാണയത്തിൻ്റെ കള്ളപ്പണത്തിൻ്റെ ഇവിടെ ഉണ്ടാകുമായിരുന്നു. അതോടുകൂടി കള്ളപ്പണം ഇല്ലാതായില്ലേ? ഇത് തിരിച്ചു വന്ന കണക്ക് നിയമസഭയിൽ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാക്കളുടെ ഭാഷയിലാണ് ഒരു ജഡ്ജി സംസാരിക്കുന്നത്. അതെ, ആ ലക്ഷ്യം എത്ര അധപ്പതിച്ചു നമ്മുടെ ജുഡീഷ്യറി. എന്നിട്ട് ഇവരൊക്കെ വലിയ പ്രൊട്ടക്ഷൻ ഇരിക്കുകയാണ്. ഇവരെ ആരും ഒന്നും പറയാൻ പറ്റില്ല, കാരണം കണ്ടംപ്റ്റ് ഓഫ് കോർട്ട് വരും. ഇവർ മനസ്സിലാക്കാത്തൊരു കാര്യം, നീതി നിഷേധത്തിലൂടെ സിവിൽ ഡിസോബീഡിയൻസിലൂടെ സ്വാതന്ത്ര്യം നേടിയ രാജ്യമാണ് ഇന്ത്യ. ഇവരെത്ര പേരെ കോടതി ഇലക്ഷൻ കേസിന് ജയിലിലടയ്ക്കും? ഇവരിയ്ക്കുന്ന കമ്പ് മുറുക്കുകയാണ്. ഇവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന റെപ്യൂട്ടേഷൻ ഇല്ലാതാക്കുകയാണ്. ആ ജഡ്ജിയുടെ കസേരയിൽ അന്തസ്സോടെ നട്ടല് നിവർത്തിയിരുന്ന് നിഷ്പക്ഷമായും നിർഭയമായും കേസിന് വിധി പറയാൻ പറ്റാത്ത ന്യായാധിപന്മാർ ചരിത്രത്തിൻ്റെ ചവറ്റുകൊട്ടയിലേക്ക് പോവുക മാത്രമല്ല, അവരെ അപഹാസ്യരായിട്ട് മാറുകയും ചെയ്യും. ഒരു നിയമവും, ഒരു കോടതി ഇലക്ഷൻ നിയമവും ഇവരെ ആരെയും സംരക്ഷിക്കാൻ പോകുന്നില്ല, ഒരു ജനവികാരം ഇവർക്കെതിരായിട്ട് വന്നാൽ. അപ്പോൾ കോടതിക്ക് പുറത്ത് വന്ന് രാഷ്ട്രീയ പ്രസ്താവന നടത്തുക, കോടതിയിൽ രാഷ്ട്രീയം കളിക്കുക. എന്താ സുപ്രീം കോടതിയിൽ പ്രതിപക്ഷ ബെഞ്ചുണ്ടോ? എന്നാലും ഞാനൊരു നിഷ്പക്ഷനായ പൗരനാണ്. ഞാൻ സാമാന്യ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്. 30 കൊല്ലം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിന്ന ഒരാളാണ്, പഠിപ്പിച്ച ഒരാളാണ്. എൻ്റെ സംശയമല്ല, ഞാൻ BJPക്ക് വേണ്ടി അഡ്വക്കസി ചെയ്യുന്നതല്ല. പക്ഷേ എൻ്റെ സംശയം, പാകിസ്ഥാൻ പട്ടാള മേധാവി ഭരിക്കുന്ന പോലെ ഇനിയും ചീഫ് ജസ്റ്റിസ് ഇന്ത്യ ഭരിക്കാനാണോ ആഗ്രഹിക്കുന്നത്? അവർ നിയമം നിർമ്മിക്കും, അവർ രാജ്യം ഭരിക്കും. എങ്ങോട്ടാണ് ഈ രാജ്യം പോകുന്നത്? നിയമം നിർമ്മിക്കാനുള്ള അവകാശത്തിനാണ് നമ്മൾ ആളുകളെ തിരഞ്ഞെടുത്ത് വിടുന്നത്, നിയമസഭകളിലേക്കും ലോക്സഭയിലേക്കും. അവരുടെ അവകാശത്തെ കൈവെക്കാനൊന്നും ഒരു ജുഡീഷ്യറിക്കും അവകാശമില്ല. അതിലേക്കൊക്കെ കടന്നുപോയി രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കുകയാണെങ്കിൽ അതിനെന്ത് വില കൊടുത്തും എതിർക്കേണ്ട ചുമതല ഭരിക്കുന്നത് ആരായാലും ശരി, നരേന്ദ്രമോദി ആയാലും ശരി, അരവിന്ദ് കെജ്രിവാൾ ആയാലും ശരി. അതുകൊണ്ട് അവരെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത് നിയമം നിർമ്മിക്കാനും അത് നടപ്പിലാക്കാനുമാണ്. അതിൻ്റെ അവകാശം ജുഡീഷ്യറിക്ക് കൊടുക്കാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. മറ്റൊരു കാര്യം, ഈ ഡൽഹി മദ്യ നയവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള 100 കോടിയുടെ അഴിമതിയുടെ കഥ, സത്യത്തിൽ അത് കൊണ്ട് മാത്രമാണോ അരവിന്ദ് കെജ്രിവാൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ ദുസ്ഥിതി എന്ന് പറയാം? എൻ്റെ ചോദ്യം എന്ന് പറയുന്നത്,
നിരന്തരമായി രാജ്യവിരുദ്ധ പ്രസ്താവനകൾ നടത്തുന്ന ഒരാളെ ലോകത്തെ മറ്റ് രാജ്യങ്ങൾ ശ്രദ്ധിക്കുന്നത് സ്വാഭാവികമാണ്. പക്ഷേ അവർക്ക് വഴങ്ങിക്കൊടുക്കുക എന്ന് പറയുന്നത് ഈ 100 കോടിയിലും വലിയ ദേശവിരുദ്ധതയാണ് കാട്ടുന്നത്. അപ്പോൾ ഇത് കാലാകാലങ്ങളായി ഇത് തുടർന്നു വരികയും അത് ഇന്ത്യയിലെ മറ്റ് ഭരണ സംവിധാനങ്ങളുടെ ശ്രദ്ധയിൽ വരികയും അതേ തുടർന്ന് സംശയിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമായി കേജ്രിവാൾ മാറുകയും ഒടുവിൽ ഈ മദ്യനയത്തിൽപ്പെടുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് കൂടിയല്ലേ വാസ്തവത്തിൽ? അല്ലാതെ ഒരൊറ്റ മദ്യനയം കൊണ്ട് മാത്രമാകുമോ അദ്ദേഹം കിടക്കുന്നത്? അങ്ങയുടെ സംശയം വളരെ ക്ലിയറാണ്. ഇത് ഈ നമ്മൾ ചെറിയ ഇര വിട്ട് വലിയ മീനെ പിടിക്കുമല്ലോ, അതിൽ കൊത്തിക്കഴിഞ്ഞു കേജ്രിവാൾ. കാരണം എന്താ വെച്ചാൽ മനോജ് സിസോദിയ ജയിലിലാണ്. ഇതുവരെ അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിട്ടില്ല, 1 വർഷമായി, കുറേ കാലമായി. സഞ്ജയ് സിംഗ് അടുത്ത സെല്ലിൽ കിടപ്പുണ്ട്, കേജ്രിവാൾ വീണ്ടും നീട്ടിയിട്ടുണ്ട് ഉണ്ട്. അപ്പോൾ പിന്നെ കേജ്രിവാൾ അങ്ങോട്ട് പോയാലേ ഇറങ്ങി വരുന്ന എളുപ്പമല്ല അത്ര, കാരണം കേസ് അങ്ങനെ ഉണ്ട്. പക്ഷേ കേജ്രിവാളിൻ്റെ കാര്യത്തിൽ ഞാൻ കാണുന്നത്, സാർ ഇത് കേജ്രിവാളി മാത്രമായിട്ട് നിൽക്കരുത്. സാർ ഒരു കാര്യം മനസ്സിലാക്കണം, രാജീവ് ഗാന്ധി ഫൗണ്ടേഷന് വേണ്ടി നമ്മുടെ യുവ രാജാവ് രാഹുൽ ഗാന്ധി ബീജിംഗ് ഒളിമ്പിക്സ് നടക്കുമ്പോൾ ചൈനയിൽ പോയിട്ട് എത്ര കോടി രൂപയാണ് ഷീ ജിൻപിങ്ങിൻ്റെ കയ്യിൽ നിന്ന് കൈനീട്ടി വാങ്ങിച്ചെന്ന് സാറിനറിയാം? ഇന്ത്യ ഭരിക്കാൻ തുടങ്ങുന്ന ഒരു രാജ്യത്ത് ഭരിച്ചുകൊണ്ടിരുന്ന 10 കൊല്ലം ഭരിച്ച ഒരു പാർട്ടി, ആ പാർട്ടി നിർദ്ദേശിക്കുന്ന പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ഷീ ജിൻപിങ്ങിൽ നിന്ന് സംഭാവന വാങ്ങിച്ചവനാണെന്ന് പറഞ്ഞാൽ പിന്നെ കോൺഗ്രസ്സുകാർക്ക് പ്രവർത്തിക്കാനൊക്കെ? സാർ ഒന്ന് ആലോചിച്ച് എനിക്ക്, എത്ര അപഹാസ്യമാണ്. ഇയാൾക്ക് പണത്തിന് ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ, രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ ആവശ്യം ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തിൽ ബക്കറ്റ് പിരിവ് നടത്തട്ടെ, അതിനെക്കാട്ടി മാന്യതയില്ലേ? കോൺഗ്രസ്സുകാരിൽ ഇറങ്ങി ബക്കറ്റ് പിരിവ് എടുത്താൽ ഞാനും അങ്ങും ഒക്കെ പൈസ കൊടുക്കും രാജീവ് ഗാന്ധിയുടെ ഒരു ഫൗണ്ടേഷന് വേണ്ടി. ചൈനക്കാരൻ്റെ നിന്ന് കാശ് വാങ്ങിച്ച രാഹുൽ ഗാന്ധി അല്ലെന്ന് ആലോചിച്ചോട്ടെ. അതാണ് ഇതിനകത്തെ 1-ാം പ്രതി. രണ്ടാമത് നിൽക്കുന്നത്, ഇതിനൊക്കെ ബുദ്ധി കൊടുക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 1962 ഇന്ത്യയെ ചൈന ആക്രമിച്ചപ്പോൾ അവരുടേതെന്നും നമ്മൾ നമ്മുടേതെന്നും പറയുന്ന ഭൂമിയെക്കുറിച്ചായിരുന്നു EMS എഴുതിയത്. അടുത്ത സമയത്ത് ചൈനയ്ക്കെതിരെ ഇന്ത്യ ശബ്ദമുയർത്തിയപ്പോൾ ചൈന എല്ലാവരും വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് വിലപിച്ച ആളാണ് കോടിയേരി ബാലകൃഷ്ണൻ, അന്തരിച്ച പാർട്ടി നേതാവ്. അദ്ദേഹം വ്യക്തി എന്നുള്ള നിലയിൽ നല്ല മനുഷ്യനാണ്, അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇന്നും ചൈനയോടെ വല്ലാത്തൊരു വിധേയത്വം പോലും. എന്നാൽ ചൈനക്കാർക്ക് ഇവരാരെയും അറിയത്തുമില്ല, ഷീ ജിൻപിങ്ങിനോട് ഇവരാരെയും അറിയത്തില്ല, ഇവരാരെയും മൈൻഡ് ചെയ്തില്ല. അവിടെ ചെന്നാൽ ഇവരെ ഒന്നും മൈൻഡ് ചെയ്യാൻ പോലും കട്ടൻ കാപ്പി പോലും വാങ്ങിച്ചു കൊടുക്കത്തില്ല. ഇവിടെ ചൈനയ്ക്ക് അറിയാത്ത ഇവരെ, ചൈനയെ അറിയാവുന്ന ഇവരെ ചൈനയെ പൂജിച്ചുണ്ട്. അതാണ് ഇതിൻ്റെ ഒരു സ്ഥിതി. സാർ ഒന്ന് ആലോചിച്ചോണം. ഞാൻ രണ്ടാമത്തെ കാര്യമാണ്. പിന്നെ രാഹുൽ ഗാന്ധി എടുത്ത 370-ാം വകുപ്പ് വീണ്ടും വന്നാൽ അദ്ദേഹം വന്നാൽ പുനഃസ്ഥാപിക്കും എന്നാണ് പറഞ്ഞത്. പിന്നെ ഈ സിറ്റിസൺ അമെൻമെൻറ്റ് ആക്ട്, പക്ഷേ അദ്ദേഹം ഇനിയും വന്നാലെന്നേ പറഞ്ഞോളൂ. അത് വന്നാലെന്നല്ല, അല്ല, മഹാഭാഗ്യത്തിന് അതിനുള്ള വിദൂര സാധ്യത മാത്രമേ ഉള്ളൂ. അതായത് ഈ രാഹുൽ ഗാന്ധി വരുമോ എന്ന് എന്നെപ്പോലുള്ള രാജ്യസ്നേഹികളെ ആശങ്കപ്പെടുത്തുന്നത് ഇതൊക്കെ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഇതാണ് സ്ഥിതി. ഞാൻ സാറിന് പറഞ്ഞത്, അരവിന്ദ് കേജ്രിവാളിൻ്റെ അറസ്റ്റ് ഒരു നിമിത്തം മാത്രമാണ്. ഇത് ഒരുപാട് പേർക്കുള്ള മുന്നറിയിപ്പ് മാത്രമല്ല, ഒരുപാട് പേർക്കുള്ള ട്രാപ്പാണ്. കൃത്യമായി വിദേശത്ത് നിന്ന് ഇവിടെ എത്തിയ പണം കൈപ്പറ്റിയ വ്യക്തികളെക്കുറിച്ച് നിഷ്പക്ഷമായി നിർഭയമായ ഒരു അന്വേഷണം തടസ്സമുണ്ട്. കാരണം കോൺഗ്രസ് ഗവൺമെൻറ് ഇരുന്ന സമയത്ത് അവർ നിയമിച്ച ഒരുപാട് ആളുകൾ ജുഡീഷ്യറിയിലുണ്ട്, അതുപോലെ തന്നെ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനിലുണ്ട്, റോയിലുണ്ട്, പാർലമെൻറ്റിലുണ്ട്, പാർലമെൻറ്റ് സെക്രട്ടറിയിലൊക്കെ ഉണ്ട്. ഒരുപാട് പേര് പലയിടത്തും ഉന്നതന്മാരിരിപ്പുണ്ട്. അവരുടെ പലരുടെയും ഒരു വിധേയത്വം കോൺഗ്രസ്സിനോടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ വിദേശത്ത് നിന്ന് ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികളെക്കുറിച്ച് അത്ര പെട്ടെന്നൊന്നും നമ്മൾ അറിയത്തില്ലെങ്കിലും ഒരു കാലഘട്ടത്തിൽ ഇത് തിരിച്ചറിയപ്പെടും. അതിൻ്റെ ഒരു തുടക്കം ഇവിടെ തുടങ്ങി എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇന്നലെ മറ്റൊരു കാര്യം സാർ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ കേജ്രിവാളിന് വേണ്ടി തന്നെ ആയിക്കോട്ടെ, അതിൽ കുഴപ്പമില്ല. പക്ഷെ എങ്കിൽ കൂടിയും ഇന്നലെ ആ രാംലീല മൈതാനിയിലെ വലിയ വേദിയിലിരുന്ന ആൾക്കാർ വളരെ കൗതുകമുണർത്തുന്ന കുറച്ച് പേരായിരുന്നു. കുറച്ച് പേരെന്ന് പറയുന്നത് അഴിമതി കേസ്, പലവിധ തട്ടിപ്പും അഴിമതി കേസുകളുമായി അകത്ത് കിടന്നിട്ട് പുറത്തേക്ക് വന്നവർ. ഇപ്പോൾ കിടക്കുന്നവർ അങ്ങനെ കിടക്കുന്നു കുറച്ച് പേർ. ഇനി ഇത് പേടിച്ച് നിൽക്കുന്ന മറ്റൊരു കൂട്ടം പേർ, അകത്തായവരുടെ ഭാര്യമാർ. ഇങ്ങനെ ഒരു അഴിമതി കൊണ്ട് നിറഞ്ഞ ഒരു ആരോപണം കൊണ്ട്, അഴിമതി കൊണ്ടെന്ന് നമുക്ക് പറയാൻ കഴിയില്ല, അഴിമതി ആരോപണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു ആൾക്കാരുടെ കൂട്ടായ്മയാണ് ഇന്നലെ കണ്ടത്. അത് കഴിഞ്ഞ മാസം കേരളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ജനാധിപത്യ വിരുദ്ധ നടപടികൾക്കെതിരെ എന്ന് പറഞ്ഞിട്ട് കേരളം കാട്ടിക്കൊടുത്ത പിണറായി വിജയനും ഇവിടെ സംഘവും എൻ്റെയും സാറിൻ്റെയും പൈസ എടുത്ത് അവിടെ പോയി സമരം ചെയ്ത് കേരളം കാട്ടിയ മാതൃകയുടെ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് വാസ്തവത്തിൽ ഇന്നലെ അത് അരങ്ങേറിയത്. അത് ഇവിടം കൊണ്ട് തീരുമോ, അതോ ഇനിയും അത്തരത്തിലുള്ള നടപടികൾ
കേജ്രിവാളിൽ നിന്ന് കേരളത്തിലേക്ക് ഉണ്ടാകുമോ? അവിടെ ഈ സാധാരണ ഇവരെല്ലാം വന്നാലേ സാധാരണ എല്ലാവരും തൊഴുത് ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് പോവാണ്. ഇവർക്കൊരു പ്രത്യേകത ഉണ്ട്. ഇവരെല്ലാം കൈ പൊക്കി കാണിക്കും, കൈ കോർത്ത് പിടിച്ചുകൊണ്ട് കൈ പൊക്കി കാണിക്കും. ഇത് കുറേ കാലമായിട്ട് ഈ നാടകം കാണുന്നുണ്ട്. ഈ കൈ പൊക്കാൻ രണ്ടുപേരുടെ അഭാവം അങ്ങ് ശ്രദ്ധിച്ച് കാണുമെന്ന് തോന്നുന്നു. പണ്ട് കൈ പൊക്കാൻ ഒരാളുണ്ടായിരുന്നു, അദ്ദേഹത്തിന് പേര് ചന്ദ്രബാബു നായിഡു. അദ്ദേഹം വന്നിട്ടില്ല. പിന്നെ കൈ പൊക്കിക്കൊണ്ടിരുന്ന ഒരാൾ മമതാ ബാനർജിയാണ്. മമതയും അവിടെ കൈവെക്കുന്ന കൂട്ടത്തിൽ ഉണ്ടായില്ലല്ലോ. ഇല്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ 28 പാർട്ടിയിൽ എത്ര പാർട്ടി, ഒരു MP മാത്രമേ ഉള്ളൂ സാറേ. പിന്നെ പല പാർട്ടികൾക്കും 17-20 പാർട്ടികൾക്ക് ഒരു MP തന്നെയാണ്. പിന്നെ ഇതൊന്നും ഈ 28 പാർട്ടി എന്ന് പറയുമ്പോൾ 28 പാർട്ടിയും കൂടെ ഇന്ത്യ ഭരിക്കുമെന്നൊക്കെ പറയുന്നത് തന്നെ എത്ര അപഹാസ്യമായ കാര്യമാണ്. അപ്പോൾ ഇവർ ഈ കൈവെക്കാൻ നിന്നവരിൽ ആര് വേണമെങ്കിലും ഏത് സമയം വേണമെങ്കിലും NDA വിചാരിച്ചാൽ കൊണ്ടുപോകുന്ന ആളുകളേ ഉള്ളൂ. അങ്ങനെ സാറേ നിതീഷ് കുമാർ പണ്ട് കൈവക്കിയല്ലേ? ആ നിതീഷ് കുമാറോടെ സ്റ്റാലിനെ ഇരുട്ടത്ത് കണ്ണ് കാണിച്ച സ്റ്റാലിൻ ആ നിമിഷം പോകും. ഇരുട്ടത്ത് കണ്ണ് കാണിച്ചാൽ പോകും സ്റ്റാലിൻ, അല്ലെ പോയി ജയിലിൽ കിടക്കണം. അപ്പോൾ ഇവിടെ ഇത് വെറും ഒരു അപഹാസ്യ നാടകം, ഒരു നാണം കെട്ട നാടകം എന്നതിനപ്പുറം BJPക്കെതിരെ ഒരു ദേശീയ ബദൽ അനിവാര്യമാണ്. അതിൻ്റെ ഒരു തർക്കവുമില്ല. അത്തരം ഒരു ദേശീയ ബദൽ അനിവാര്യമാകണമെങ്കിൽ അതിൽ ഇന്നത്തെ കാലത്ത് CPIയും CPMും ജാർഖണ്ഡ് മുക്തി മോർച്ചയും DMKയും ഒന്നും വിചാരിച്ചാൽ പറ്റില്ല. അതിന് കോൺഗ്രസ്സിനെ പറ്റുള്ളൂ. കോൺഗ്രസ് ശക്തി പ്രാപിക്കണം. പക്ഷേ കോൺഗ്രസ്സിന് പറ്റിയ ഒരു തകരാറ് അവിടെയാണ്. ഈ കൈവക്കലിൻ്റെ കുഴപ്പത്തിലേക്ക് വരുന്നതിൽ ഒരു കാര്യം സാറിനെ സൂചിപ്പിച്ചത്. ഇന്ദിരാഗാന്ധിയുടെ സമയത്ത് കോൺഗ്രസ് വ്യക്തി കേന്ദ്രീകൃതമായിരുന്നു. സോണിയ വന്നപ്പോൾ അത് കുടുംബ കേന്ദ്രീകൃതമായി. അപ്പോൾ ഇന്ദിരാഗാന്ധി വന്നപ്പം ഒരു ഘട്ടത്തിലാണ് അവർ ഈ രാജീവ് ഗാന്ധിയെയും അതുപോലെ തന്നെ സഞ്ജയ് ഗാന്ധിയൊക്കെ കൊണ്ടുവന്നത്. എമർജൻസിയോടെ ചേർന്നാണ്. കാരണം അതിനു മുമ്പ് ഈ മക്കളെയൊന്നും അവർ രാഷ്ട്രീയത്തിൽ അടുപ്പിച്ചിട്ടില്ലായിരുന്നു. സഞ്ജയ് ഗാന്ധി എമർജൻസി ഘട്ടത്തിലാണ്. കാരണം അവർക്ക് നിക്കക്കള്ളിയില്ലാതെ വന്നപ്പോഴാണ് സത്യത്തിന് സഞ്ജയ് ഗാന്ധി, അത് പിന്നെ വേറൊരു വിഷയം, അത് അവിടെ നിൽക്കട്ടെ. പക്ഷേ എങ്കിൽ പോലും അത് കൃത്യമായിട്ട് അത് വ്യക്തി കേന്ദ്രീകൃതമായിട്ടൊക്കെ വ്യക്തി കേന്ദ്രീകൃതമായി തന്നെ നിന്നു. ഒന്നീ ഇന്ദിര അല്ലെങ്കിൽ ഇപ്പോൾ അത് കുടുംബ കേന്ദ്രീകൃതമായി. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, വാദ്രെ ഗാന്ധി, ഇപ്പം ഇനി അധികം താമസിക്കാതെ പ്രിയങ്കയുടെ 2 മക്കളും കൂടെ രാഷ്ട്രീയത്തിൽ വരും. അപ്പോൾ ഇത് ഒരു കുടുംബ കേന്ദ്രീകൃതമായ ഒരു സംവിധാനത്തിൽ ഇന്ത്യയെ മാറ്റുന്നത് രാജഭരണമാണോ ഇത് നടക്കുന്നത്? അല്ല, നമുക്ക് ഭാരതീയർക്ക് പലപ്പോഴും പാരമ്പര്യമായി കിട്ടിയൊരു സ്വഭാവശീലമാണിത്, ഈ കുടുംബ ആധിപത്യം എന്ന് പറയുന്നത്. അപ്പോൾ അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാര്യ സുനിതയുടെ ചിരി എന്തർത്ഥത്തിലായാലും ശരി, ഒരുപക്ഷെ കെജ്രിവാളിനെ ഇത്തരത്തിലുള്ള ഒരു പ്രതിരോധങ്ങൾ കൊണ്ട് പുറത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചാലും ശരി, ഇനി അകത്ത് കിടന്നാൽ അത് ഇവർക്ക് ലഭിക്കാവുന്ന കസേരയുടെ കേസിലായാലും ശരി, ആ ചിരിക്ക് അതിൻ്റേതായ അർത്ഥം ഉണ്ടാവട്ടെ എന്ന് നമുക്ക് ചിന്തിക്കാം. അതെ, തീർച്ചയായിട്ടും നാളത്തെ റാബറി ദേവി ഡൽഹിയിൽ ഉദിച്ചുയർന്നിരിക്കുന്നു. ആ ഉദിച്ചുയർന്ന സൂര്യനെങ്കിൽ സൂര്യൻ, നക്ഷത്രമെങ്കിൽ നക്ഷത്രം, അതിനെ നമുക്ക് കുറച്ചു കാലം വാഴ്ത്തിപ്പാടാൻ 10-28 പേരും അവരുടെ കൂടെയുള്ള ആളുകളും കാണും. അത് നടക്കട്ടെ, ജനാധിപത്യം അതിൻ്റെ വഴിക്ക് പോകട്ടെ. അടുത്തൊരു വിഷയമായി തീർച്ചയായിട്ടും അടുത്ത തവണ കാണാം. നമസ്കാരം.